4 ദിവസം നീണ്ടുനിന്ന വരയാടുകളുടെ കണക്കെടുപ്പ് അവസാനിച്ചു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് കണക്കെടുപ്പിൽ പങ്കെടുത്തവർ മൂന്നാറിൽ മടങ്ങിയെത്തിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. വനംവകുപ്പ് ഡോർമിറ്ററിയിൽ ഒത്തുചേർന്ന ഇവർ തങ്ങൾ കണ്ടെത്തിയ വരയാടുകളുടെ വിവരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഓരോ സംഘവും ശേഖരിച്ച വിവരങ്ങൾ വിശദമായി പരിശോധിച്ച് ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്തിയ ശേഷം മാത്രമേ കൃത്യമായ കണക്ക് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്ന് കണക്കെടുപ്പിന് നേതൃത്വം നൽകിയ വൈൽഡ് ലൈഫ് വാർഡൻ KV ഹരികൃഷ്ണൻ, അസിസ്റ്റന്റ് വാർഡൻ നിതിൻ ലാൽ എന്നിവർ പറഞ്ഞു. സംസ്ഥാനത്തെ 19 വനം ഡിവിഷനുകളിലായി 4 പേരടങ്ങുന്ന 95 ടീമുകളാണ് ഇത്തവണത്തെ കണക്കെടുപ്പിൽ പങ്കെടുത്തത്. വരയാടുകളുടെ സാന്നിധ്യമുള്ള തമിഴ്നാട്ടിലും ഇതേ സമയത്ത് കണക്കെടുപ്പ് നടന്നിരുന്നു. ഇത്തവണത്തെ കണക്കെടുപ്പ് പ്രകാരമുള്ള വരയാടുകളുടെ എണ്ണം വനം മന്ത്രിയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ചേർന്ന് പിന്നീട് പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുള്ളിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിട്ടുണ്ട്. ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ചാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാഗിടി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.